എത്നിക് അറ്റയർ റൗണ്ടിൽ നമ്മളുടെ കണ്ടസ്റ്റന്റ് ധന്യ സുരേഷ്. ആൻഡ് ധന്യ സെലക്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനം ഈസ് മണിപ്പൂർ. ലാൻഡ് ഓഫ് ജുവൽസ്, ആഭരണങ്ങളുടെ നാട്, അതാണ് മണിപ്പൂർ. അവിടുത്തെ ആഭരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടുത്തെ സംസ്കാരമായിരിക്കാം, അവിടുത്തെ പ്രകൃതി ഭംഗിയായിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ അവിടുത്തെ ആഭരണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അറിവ് വെച്ചിടത്തോളം അവിടുത്തെ സ്ത്രീകളാണെന്ന് ഞാൻ പറയും. കാരണം അവിടുത്തെ സ്ത്രീകൾ കലയോ കരകൗശല വിദ്യയോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ എക്സ്പേർട്ടൈസ് അല്ലാത്ത ഒരു സ്ത്രീയെ പോലും മണിപ്പൂരിൽ കാണാൻ കഴിയില്ല എന്നാണ് അവിടെ പറയുന്നത്. അവിടുത്തെ സ്ത്രീകൾ എല്ലാ രീതിയിലും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. അതായത് അവരാണ് അവരുടെ ജീവിതമാർഗം അവർ കണ്ടെത്തുന്നു, അവർ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നു, അവർ തന്നെ അവരുടെ സ്വന്തമായ മാർക്കറ്റിൽ കൊണ്ടു വിൽക്കുന്നു. ഇത്രയും സ്ത്രീകളുടെ പുരോഗമനം അവരുടെ ജീവിത മേഖലയിൽ വന്നിട്ടുള്ളൊരു സംസ്ഥാനം ചിലപ്പോൾ അതായിരിക്കാം. മറ്റൊരു പ്രത്യേകത അവിടുത്തെ കലാരൂപങ്ങളാണ്. വളരെ മനോഹരമായ കലാരൂപങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് നമ്മുടെ മണിപ്പൂരി ഡാൻസാണ്, രാസ്ലീല. അതുപോലെ മറ്റനേകം നല്ല മനോഹരങ്ങളായ ആചാരങ്ങളുണ്ട്. അവിടുത്തെ ആചാരങ്ങളായാലും കലാരൂപങ്ങളായാലും അവരുടെ ജീവിതമായിട്ട് അവരുടെ വിശ്വാസമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അവരെന്ത് ചെയ്താലും അതിൽ ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുക, ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കുക. എന്ത് ചെയ്താലും ആത്മാവിൽ നിന്ന് ചെയ്യുക പറയുന്നുണ്ട്. കാരണം മഹാഭാരതത്തിലൊക്കെ ഗന്ധർവന്മാർ എന്ന് പറയുന്നത് മണിപ്പൂരിലായിരുന്നു എന്നാണ് പറയണത്. അത്രയും കലാപരമായി മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു അത്രയും മണിപ്പൂരിലുള്ള ആ കാലഘട്ടത്തിലുള്ളവർ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് അരിയാണ്. നമ്മളെ പോലെ തന്നെ അവർക്ക് ഇലയിട്ട് താഴെ ഇരുന്ന് ഉണ്ണുന്ന ശീലമുണ്ട്. നമുക്ക് ഇപ്പോഴതില്ല, പക്ഷെ അവിടെ ഇപ്പോഴും അതുണ്ട് ചടങ്ങുകളിൽ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത അവിടുത്തെ അയൺ ലേഡിയാണ് ഇനോൺ ഷർമിള. അവരെ പോലെ ശക്തിയായ സ്ത്രീ ഇനി വേറെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത്രയും ശക്തിയായിട്ടുള്ളൊരു സ്ത്രീക്ക് ജന്മം നൽകിയ നാടാണ് മണിപ്പൂർ. അതുകൊണ്ടാണ് ഞാൻ മണിപ്പൂരിനെ സെലക്ട് ചെയ്തത്. ധന്യ, മറ്റൊരു നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനവുമായിട്ടാണ് ധന്യ ഇവിടെ എത്തുന്നത്. ഇൻഫാക്ട് എപ്പോഴും നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ മെയിൻ ദ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും കുറച്ച് കട്ട് ഓഫ് ആയിട്ട് നമുക്ക് എപ്പോഴും തോന്നും. പ്ലസ് കൾച്ചറലിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അവർ വേഷവിധാരണമാണെങ്കിലും വെരി വെരി ഡിഫറെൻറ്റ്. അവരുടെ സ്വന്തമായ ഒരു സ്റ്റൈലുണ്ട്. ഇപ്പം മണിപ്പൂരി യുനോ ഔട്ട്ഫിറ്റ്സ് ആയാലും കൾച്ചർ ആയാലും ലോട്ട് ഓഫ് തിങ്സ് ഇപ്പോൾ തന്നെ പറഞ്ഞു. ഇനി കുറച്ചുകൂടെ അറിയാൻ താല്പര്യമുണ്ട്, അത് നമ്മുടെ ജഡ്ജസ് ചോദിക്കും. മുരളി ചേട്ടാ, ഒരു വളരെ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഞാൻ. മണിപ്പൂരിൻ്റെ 3 അതിരുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഒരു അതിർത്തി ഇന്റർനാഷണൽ ആണ്. ഏതാണ്? മ്യാൻമാർ. സിതാര ചേച്ചി, കുട്ടി ചോദ്യം. ക്യാപിറ്റൽ ഓഫ് മണിപ്പൂർ? ഇംഫാൽ. ഒരു ചോദ്യം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. പറഞ്ഞില്ലെങ്കിലും ചോദിക്കും. ഫുൾ പ്രശ്നമാണ് ഇവിടെ. മണിപ്പൂരിനെ ഇന്നൊരു പേരിലും കൂടെ അറിയപ്പെടും. സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ. മണിപ്പൂരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മണിപ്പൂരി. അതിന് വേറൊരു പേരുണ്ട്. മെയ്റ്റി ഇയോൺ. വെരി ക്ലോസ്, വെരി ക്ലോസ്. നോട്ട് ബാഡ് അറ്റ് ഓൾ. സൂപ്പർബ്. ഇനി ആ ഡാൻസിന് 2 സ്റ്റെപ്പ് കൂടെ കാണിച്ചാൽ നമുക്ക് പറയാം അല്ലേ? വെറുതെ അങ്ങനെ പണി കൊടുക്കും നമ്മള്. അറിയോ? അറിയും. ഇല്ല ഇല്ല, വെറുതെ അറിയില്ല. മണിപ്പൂരിൽ എല്ലാവർക്കും നന്നായിട്ട് ഡാൻസ് ചെയ്യാനൊക്കെ. പക്ഷെ ഞാൻ ആ മണിപ്പൂരി കളിച്ചാൽ ഏതെങ്കിലും മണിപ്പൂരികൾ എന്നെ കണ്ടാൽ നമ്മളെ കഥകളി നമ്മള് അപമാനിച്ചു എന്ന് പറയുന്ന പോലെയായി മാറും അത് ചിലപ്പോ. അങ്ങനെ പറഞ്ഞ് ഒഴിവാവാണ്. എനിക്കൊരു സംശയം, അവിടുത്തെ ലേഡീസിനൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മുടികൾ ഉണ്ടാവും ഫ്രണ്ടില്? അങ്ങനെ ഇടുന്നതാണ് അവിടുത്തെ കൾച്ചർ എന്നാണ്. അതുകൊണ്ട് മുടി വെട്ടിയതാണോ? അയ്യോ, സോ സ്വീറ്റ്. മുടി വെട്ടിയോ കുറച്ച്? സത്യം.
നോട്ട് ബാഡ് തന്നെ. സോ വെൽ റിസർച്ച്ഡുമാണ് തന്നെ. സോ ഇനി അനാലിസിസ് ഫേസ് ആണ്, അതിലേക്ക് കിടക്കാം. ഷാവി, സിതാര ചേച്ചി. നന്നായിരുന്നു. Thank ഈവൻ മ്യൂസിക്, കോസ്റ്റ്യൂം, വാക്ക് എക്സ്പ്രഷൻ വാസ് വെരി പ്ലീസിങ്. നന്നായിരുന്നു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിരുന്നു. നന്നായി പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യം നന്നായിട്ട് പറഞ്ഞു. പിന്നെ ഈ ഷോള് ഇങ്ങനെ കവർ ചെയ്യണോ? ഷോള് അവര് സാധാരണ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടാം. പക്ഷെ അവർ പ്രായത്തിൽ മൂത്തവരുടെ അടുത്ത് ചെന്നാല് ഇത് അവരുടെ അങ്ങനെ. കഷ്ടമാണ്. എന്നെ ഉദ്ദേശിച്ചാണോ? അല്ല, ഷംനനെ ഉദ്ദേശിച്ചാണോ? I'm joking. ഇങ്ങനെ ഇടണം, അത് അവരുടെ കഷ്ടമാണ്. പിന്നെ അവർക്ക് സാരി പോലെയും എടുക്കാം. ഇതാണ് പക്ഷെ അവരുടെ ഒരു സംസ്കാരം. അതെ, സംസ്കാരം. നമ്മൾ പണ്ട് മുണ്ടൊക്കെ എടുത്തിരുന്ന പോലെ ഇതാണ് അവരുടെ സംസ്കാരം. പിന്നെ എല്ലാം മോഡേണൈസ് ആ കൂട്ടത്തിൽ പൊട്ടിന്റെ രഹസ്യം പൊട്ടിന്റെ രഹസ്യം ഇത് അവരുടെ എൻ്റെ അറിവ് വെച്ച് പറയാണ്, അവര് കൂടുതലായിട്ടും വിഷ്ണു വിശ്വാസികളാണ്. വൈഷ്ണവിസം ഇത് സിമ്പിൾ ഈസ് ഓഫ് വിഷ്ണു. വൈഷ്ണവത്തിന്റെ ആണത്. Even religion, I think, അവരെ Hinduism, പിന്നെ കുറച്ച് Christianity, മുസ്ലിംസ് ഉണ്ട്. Muslim. പിന്നെ പിന്നെയുള്ളത് എന്താ പറയാ, അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് നാഗാസ് ആൻഡ് കുക്കീസ് ആണ്, റൈറ്റ്സ്. Okay, very nice. വെരി ഗുഡ്. മുരളി ചേട്ടാ, analysis. യെസ്, ധന്യ അസലായിരുന്നു ധന്യ. താങ്ക് യു. നല്ല റാമ്പ് വാക്ക് ഉണ്ടായിരുന്നു. ഒരു മണിപ്പുരത്വം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ കേട്ടോ, അതുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ആ മുടിയൊക്കെ വെട്ടി അങ്ങനെ കൃത്യമായതുകൊണ്ടായിരിക്കാം അതുണ്ടായത്. ആൻഡ് വെൽ സ്റ്റഡീഡ്, വെരി വെൽ സ്റ്റഡീഡ്. Thank you, ഓക്കെ, sir. വെരി വെൽ ഡൺ. താങ്ക് യു സർ. ഷംന? ധന്യ ചേച്ചി, യു ആർ ലൈക്ക് ഒരു ബാബി ഡോൾ നടന്നു വന്നൊരു എഫക്റ്റ് ആയിരുന്നു എനിക്ക്. തിരിഞ്ഞോ, എന്ത് സുന്ദരിയായിരുന്നു അറിയോ. മുടി മുറിച്ചപ്പോ ഒന്നും കൂടി ഭംഗി കൂടി. സത്യം. ആരാ മുറിച്ചേ? ആരാ മുറിച്ചേ? അലിവരൊന്നും അല്ല, നമ്മുടെ ചേച്ചി. ആണോ? സത്യം ഭയങ്കര രസമായിരുന്നു. മണിപ്പൂരിലെ ഗേൾസിന് എന്തായാലും പറയാ, ഗോൾഡ് ജുവൽസ്. ഒരു ജ്വൽ തന്നെ വന്ന് നടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. Thank you. വെരി ബ്യൂട്ടിഫുൾ സ്മൈൽ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. താങ്ക് യു.